everyone, welcome back. It's me Sahla. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നൊരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ടർക്കിയിലെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഞങ്ങൾ ടർക്കിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് കുറച്ച് ടർക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇത് എങ്ങോട്ടാ പോകുന്നു? കാറ്റി. ഇപ്പോൾ സമയം രാവിലെ 6:45 നമ്മളിതാ പോകാനെല്ലാം റെഡിയായി. 10 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അബുദാബി എയർപോർട്ടിൽ നിന്ന് തന്നെയാണ്. അവരെ നമുക്ക് എയർപോർട്ടിലെത്തിയിട്ട് കാണാം. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ടർക്കിയിലെ ഇസ്താംബുളാണ്. എയർ അറേബ്യയുടെ ഫ്ലൈറ്റിനാണ് നമ്മൾ പോകുന്നത്. അത് ഡയറക്റ്റ് ഫ്ലൈറ്റാണ്. അബുദാബി ടു സബീഹ ഗോച്ചൻ എയർപോർട്ട് ഇസ്താംബുൾ. ഇനി ബാക്കി പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമ്മൾ ലോഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു ട്രോളി ബോയിനെയും കിട്ടിയിട്ടുണ്ട്. ഇസ്താംബുളിലേക്ക് ടർക്കിഷ് എയർവേസിൻ്റെയും പെഗാസസിൻ്റെയും എയർ അറേബ്യയുടെയും ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ഞങ്ങൾ നോക്കുന്ന സമയത്ത് എയർ അറേബ്യ ആയിരുന്നു ചീപ്പായിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ എയർ അറേബ്യ ബുക്ക് ചെയ്തത്. അങ്ങനെ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിലേക്കാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ഇസ്താംബുളിലേക്കാണെങ്കിലും ഈ ഒരു ടർക്കി ട്രിപ്പിൻ്റെ മെയിൻ ലക്ഷ്യം കപ്പഡോക്കിയാണ്. കപ്പഡോക്കിയയിലെ ഹോട്ട് എയർ ബലൂൺ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടർക്കി ട്രിപ്പ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഇസ്താംബുളിലേക്ക് പോകും. എന്നിട്ട് അവിടെ ഒരു 2 ദിവസം നിന്നിട്ട് നമ്മൾ കപ്പഡോക്കിയയിലേക്ക് പോകും. എന്നിട്ട് അതിന് ശേഷം അവിടുന്ന് അന്റാലിയ, വീണ്ടും നമ്മൾ ഇസ്താംബുളിലേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ടർക്കിയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ടർക്കിഷ് സീരീസുകളൊക്കെ കാണുന്നവരാണെങ്കിൽ അവരുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരിക്കും ടർക്കി. മാഗ്നിഫിഷ്യൻറ്റ് സെഞ്ചുറിയൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ സുൽത്താൻ സുലൈമാനും ഹുറൈമും ഒക്കെ ജീവിച്ചിരുന്ന ടോപ്കാപ്പി പാലസൊക്കെ കാണാൻ നല്ല ആഗ്രഹം തോന്നിയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ടോപ്കാപ്പി പാലസിലെ മ്യൂസിയം കാണാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള ടർക്കി സീരീസുകളൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ടർക്കിയുടെ ഒരു ബ്യൂട്ടി കാണാൻ തന്നെ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവും. പിന്നെ ഫുഡ് ലവേഴ്സ് ആണെങ്കിൽ പറയാൻ വേണ്ട, അവരുടെ ഒരു സ്വർഗ്ഗമാണ് ടർക്കി. അതുപോലെ തന്നെ ആർക്കിടെക്ചറിലും ഹിസ്റ്ററിയിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ കാണാൻ ആഗ്രഹമുള്ള ഒരു പ്ലേസാണ് ടർക്കി. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇസ്താംബുളിൽ എത്താറായിട്ടുണ്ട്. ഇസ്താംബുളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 കോണ്ടിനെൻ്റിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു സിറ്റിയാണ് ഇസ്താംബുൾ. അതായത് ഇസ്താംബുളിൻ്റെ കുറച്ച് ഭാഗം ഏഷ്യയിലും കുറച്ച് ഭാഗം യൂറോപ്പിലുമാണുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് സബീഹ ഗോച്ചൻ എയർപോർട്ടിലേക്കാണ്. ഈ എയർപോർട്ടുള്ളത് ഏഷ്യൻ സൈഡിലാണ്. നമ്മൾ താമസിക്കാൻ പോകുന്നത് യൂറോപ്യൻ സൈഡിലേക്കുമാണ്. അങ്ങനെ നമ്മൾ സബീഹ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഈ ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ കഴിയണം, പുറത്തിറങ്ങണം. അപ്പോൾ ഇങ്ങനെ വഴി കാണിച്ചു തരാം. എന്നാൽ നമ്മുടെ ലഗേജെല്ലാം കിട്ടിയിട്ടുണ്ട്. ലഗേജൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടി. ഇവിടെ ട്രോളി ഫ്രീ അല്ല കേട്ടോ. നമ്മൾ മറ്റേ എയർപോർട്ടിലേക്കുള്ള പോലെ ഫ്രീ അല്ല. നമ്മൾ ക്യാഷ് കൊടുത്താലേ ട്രോളി കിട്ടുള്ളൂ. അതും കുറച്ചെണ്ണേ ഉള്ളൂ തോന്നുന്നു. നമ്മൾ വന്നപ്പോഴേക്കെല്ലാം പുറത്ത് പോയിട്ടുണ്ട്.
എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ ഡോഗ്. ഇവിടെ ഡോഗാണെങ്കിലും ക്യാറ്റ്സ് ആണെങ്കിലൊക്കെ ഒരുപാടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. എയർപോർട്ടിനകത്തു നിന്ന് തന്നെ നമുക്ക് സിം വാങ്ങിക്കാൻ കിട്ടും. ഒരുപാട് കമ്പനികളുണ്ട് അവിടെ. അപ്പോൾ ഓഫറെല്ലാം ചെക്ക് ചെയ്തിട്ട് ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് എടുത്താൽ മതി. ഞങ്ങൾ ടെക്സിൽ നിന്നാണ് എടുത്തത്. ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് യൂറോപ്യൻ സൈഡിലുള്ള ടെക്സിമിലാണ്. അങ്ങോട്ടേക്ക് ബസ്സിലാണ് പോകുന്നത്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് പല ഡെസ്റ്റിനേഷൻക്കുള്ള ബസ് കിട്ടും. ഇവിടെ യെല്ലോ ടാക്സിയും ഊബറും എല്ലാം കിട്ടും. നമുക്ക് വേണമെങ്കിൽ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ ഇവിടെ ടാക്സിയൊക്കെ സ്കാമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല. മാത്രമല്ല ഇസ്താംബുളിലെ ട്രാഫിക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കായിരിക്കും ചില സമയങ്ങളിൽ. കുറച്ച് കിലോമീറ്റർ പോകാൻ തന്നെ ചിലപ്പോൾ മണിക്കൂറുകളൊക്കെ എടുത്തുനിന്ന് വരും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബസ് തന്നെയാണ് നല്ലത്. പിന്നെ നമുക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനും പറ്റും. നമ്മുടെ ലഗേജ് എല്ലാം കൊണ്ടുപോകാനും പറ്റും. നമ്മൾ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ ടാക്സിയിലൊക്കെ ലഗേജൊക്കെ പ്രശ്നമായിരിക്കും. അപ്പോൾ അതൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. അതുപോലെ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിലും ബസ് തന്നെയാണ് ചീപ്പ്. ഒരു ഫിക്സ്ഡ് പ്രൈസ് ആയിരിക്കുമല്ലോ. നമ്മൾ താമസിക്കുന്നിടത്തേക്ക് ഹവാ ബസ് അല്ലെങ്കിൽ ഹവായിസ്റ്റ് ബസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഡയറക്റ്റ് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്താൽ മതി. മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളുടെ ലൊക്കേഷൻ അനുസരിച്ച് ബസ്സുകൾ കൂടുതലും കുറവുകളൊക്കെ ഉണ്ടാകും. ടാക്സിം ആ ഒരു ഭാഗത്തേക്കൊക്കെ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. നമ്മൾ ചെല്ലുന്ന സമയത്ത് കുറേ ബസ്സുകളുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ഓരോ ബസ്സുകാരും ഇങ്ങനെ ആ ബസ്സിലേക്ക് വിളിക്കുമായിരുന്നു. ഇതാണ് ടാക്സി ബസ് പോയിന്റ്. നമ്മൾ അധികം ട്രാഫിക്കൊന്നും ഇല്ലാതെ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് തിരിച്ച് എയർപോർട്ടിലേക്കും ബസ് സർവീസ് ഉണ്ട് കേട്ടോ. ഓരോ അരമണിക്കൂറിലും ബസ് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ടാക്സിം സ്ക്വയർ. മഴയിൽ കുതിർന്ന് നിൽക്കുന്ന ടാക്സിം സ്ക്വയർ. നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴേ ചെറിയ മഴ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ഡ്രസ്സിൽ ചെയ്യുന്നേ ഉള്ളൂ. ചെറിയ കാറ്റും ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മൾ റൂം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ ടാക്സിം സ്ക്വയറിൻ്റെ അടുത്തായിട്ടാണ് റൂം. വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. എന്നാൽ മഴയുള്ളതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇതാ റൂമിലെത്തി. സാധനങ്ങളെല്ലാം റൂമിൽ വെച്ചിട്ടുണ്ട്. ഇനി ആ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പാർട്ട്മെൻറ്റ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ പറ്റും. മോനെന്തെങ്കിലും കഞ്ഞി വെക്കണമെങ്കിലൊക്കെ വെക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പാർട്ട്മെൻറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പം എക്സ്പെക്റ്റ് ചെയ്തിരുന്നു കേട്ടോ. സൈസും ഫോട്ടോസും ഒക്കെ നോക്കിയപ്പോൾ കുറച്ചും കൂടെ വലുപ്പം എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അത്ര വലുപ്പം ഇതിനില്ല റൂമിനൊന്നും. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് ഇസ്താംബുളിൽ 2 ദിവസമേ ഉള്ളൂ. പിന്നെ കപ്പഡോക്യയിലെല്ലാം പോയി വന്നതിന് ശേഷം വീണ്ടും ഇസ്താംബുളിൽ വരുമ്പോൾ വേറെ റൂമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കൂടുതൽ സമയം നമ്മൾ പുറത്തായിരിക്കുമല്ലോ. രാത്രി കിടക്കാൻ മാത്രമല്ലേ ഇങ്ങോട്ട് വരികയുള്ളൂ. ഒരു റൂമും അതിൻ്റെ തന്നെ സൈഡിലായിട്ടൊരു കിച്ചൺ സ്പേസും പിന്നെ ഒരു വാഷ്റൂമുമാണ് ഉള്ളത്. കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷായി പുറത്തിറങ്ങിയതാണ്. ഇന്നിനി പ്രത്യേകിച്ച് എങ്ങോട്ടും പോകുന്നൊന്നുമില്ല. ജസ്റ്റ് സ്ട്രീറ്റിലൂടെ ഒന്നിങ്ങനെ നടക്കണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം, അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ നിന്നിട്ടുള്ള ടാക്സിം സ്ക്വയർ ആണത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണിപ്പോൾ. ഇത് ഹാഫിസ് മുസ്തഫ, ടർക്കിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ് ഷോപ്പാണ്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറേയൊക്കെ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തൊക്കെ ഫുഡ് കഴിക്കണം, എവിടെ നിന്നൊക്കെ കഴിക്കണം എന്നൊക്കെ. അപ്പോൾ ആ ലിസ്റ്റിലുള്ള ഒരു ഷോപ്പാണ് ഹാഫിസ് മുസ്തഫ. ഇപ്പോൾ നമ്മളുള്ളത് ഹിസ്റ്ററിക്കൽ സ്ട്രീറ്റിൽ ഡോണർ കബാബ് വിൽക്കുന്ന ഷോപ്പുകളുടെ ഏരിയയിലാണ്. 1ഉം 2ഉം ഒന്നല്ല, ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ. വരിയായിട്ട് ഈ ഒരു ലൈനിൽ മൊത്തം ഇതുപോലുള്ള ഷോപ്പുകളാണ്. ഇപ്പോൾ സമയം രാത്രി 9:30 നല്ല തിരക്കുണ്ട്. എന്നിട്ടും ഇതിൻ്റെ വലിപ്പം ഒന്ന് നോക്കിയേ. അപ്പോൾ ഈവനിങ്ങിലൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ വലിപ്പം എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് വാങ്ങിക്കാനും കഴിക്കാനും വരുന്ന ആളുകൾ മാത്രമല്ല, ഇത് വെറുതെ കണ്ടു നിൽക്കാൻ വരുന്ന ആളുകളും ഉണ്ട് ഇവിടെ. അവരിതിങ്ങനെ ജസ്റ്റ് കണ്ടു നിൽക്കുകയാണ്. ചിലപ്പോൾ നോൺ വെജ് കഴിക്കാത്തവരൊക്കെ ആയിരിക്കും. അവരിത് നോക്കി നിൽക്കുകയാണ്. എന്തായാലും കണ്ടില്ലേ, ഈ ഒരു ലൈനിൽ ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ചില ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അവരുടേതൊക്കെ കഴിഞ്ഞതുകൊണ്ടാവാം. ഞങ്ങളും 2 ഡോണർ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ചിക്കനും ഒരു ബീഫും വാങ്ങിച്ചു. ഇവിടെ ഇപ്പം മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പായിട്ടുണ്ട്. ഈ തണുപ്പത്ത് നല്ല ചൂടുള്ള ഡോണർ കഴിക്കാം.
ഇനി ഇസ്തക്കാൽ സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം ഇങ്ങനെ നടക്കാം. ഇവിടെ 2 സൈഡിലും ഷോപ്പുകളാണ്. എല്ലാ ബ്രാൻഡഡ് ഷോപ്പുകളും ഉണ്ട്. അതുപോലെ റെസ്റ്റോറൻറ്റ്, കഫേ, ബൊട്ടീക്ക്, സ്ട്രീറ്റ് ഫുഡ് എല്ലാം ഇവിടെ ഉണ്ട്. ഫേമസ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡഡ് സ്വീറ്റ് ഷോപ്പുകളൊക്കെ ഈ ഒരു ലൈനിലുണ്ട്. മോസ്റ്റ് ഹാപ്പിനെസ് സ്ട്രീറ്റ് ആണ്. എത്ര രാത്രി നമ്മളിവിടെ വന്ന് നോക്കിയാലും ഇതുപോലെ തന്നെ ആയിരിക്കും. നല്ല തിരക്കായിരിക്കും. ജനം ഇങ്ങനെ ഒഴുകുകയാണ് 2 സൈഡിലേക്കും. ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ, ഇത് ട്രാംവേ ആണ്. ഇതിലൂടെയാണ് ഹിസ്റ്റോറിക്കൽ ട്രാം പാസ് ചെയ്യുന്നത്. ട്രാം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ കൂട്ടത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ടർക്കിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരും ഇഷ്ടം പോലെയുണ്ട്. ടൂറിസം മെയിനായിട്ടുള്ള ഒരു സിറ്റിയാണ് ഇസ്താംബുൾ. വീണ്ടും ഒരു ഹാഫിസ് മുസ്തഫയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ആളുകളൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ളൊരു തിരക്കിലാണ്. ഈ സ്വീറ്റ്സ് ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നോ. നല്ല തിരക്കാണ് കേട്ടോ ഷോപ്പിൽ. അപ്പോൾ എന്തായാലും ഒന്ന് കയറി നോക്കാം. ഇതെന്താണെന്നറിയോ, ഇത് ഓട്ടോമാറ്റിക് അംബ്രല്ല റാപ്പിംഗ് മെഷീനാണ്. നമ്മുടെ കയ്യിലുള്ള നനഞ്ഞ കുട ഇതിലിട്ടിട്ട് പുറത്തെടുക്കുമ്പോൾ ഒരു കവർ ചെയ്ത പോലെ കിട്ടും. അപ്പോൾ നനവൊന്നും പുറത്താവില്ല. അതിന് വേണ്ടിയുള്ളതാണ്. ഇഷ്ടം പോലെ സ്വീറ്റ്സാണ്. ടർക്കിഷ് ഡിലൈറ്റ്, പാസ്ട്രീസ്, കേക്ക്, ബക്ലാവ, കുനാഫ, അങ്ങനെ ഇഷ്ടം പോലെ സ്വീറ്റ്സ് ഉണ്ട്. ഇതൊക്കെ വെറുതെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല തിരക്കാണ് കേട്ടോ. വീഡിയോ ശരിക്കെടുക്കാനൊന്നും പറ്റുന്നില്ല. ഇതിൻ്റെ മുകളിൽ ഫ്ലോറിൽ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ സീറ്റൊന്നും ഒഴിവില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഹാഫിസ് മുസ്തഫയിൽ കയറി വീഡിയോ എടുത്തത് ഇറങ്ങാണ്. ഭയങ്കര തിരക്ക്, അതുകൊണ്ടൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അത് ബില്ല് ചെയ്യാനും കുറേ ക്യൂ നിൽക്കണം. അതിനുശേഷം സാധനം കിട്ടാനും കുറേ സമയം വെയിറ്റ് ചെയ്യണം. തിരക്കാണെങ്കിൽ ഭയങ്കര തിരക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഇതുണ്ടോ, ഹാഫിസ് മുസ്തഫയുടെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ സീസിയൻ ഇറാഖിൻ്റെ ഒരു ഫിഷ് റെസ്റ്റോറൻറ്റും ഉണ്ട്. ഇത് മാഡോ, ഇത് മറ്റൊരു ബ്രാൻഡഡ് സ്വീറ്റ് ഷോപ്പാണ്. ഇതിവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. ചെറിയ ചെറിയ ഉന്തുവണ്ടികളിൽ ഇങ്ങനെ ചെസ്നട്ട് വിൽക്കുന്നത്. ഇവിടെ ചെസ്നട്ടും കോണും ഉണ്ട്. കെസ്താനെ എന്നാണ് കേട്ടോ ചെസ്നട്ട് എന്ന് പറയുന്നത്. കെസ്താനെ കബാബ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിവിടെ വിൽക്കുന്നത്. ലൈവായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. 150 ഗ്രാമിന് 50 ടർക്കിഷ് ലിറയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കോണിന് ഒന്നിന് 50 ലിറയാണ്. ബോയിൽ ചെയ്തിട്ട് ചുട്ടെടുക്കുകയാണ് കോണും. ഇതിന് നമ്മുടെ ചക്കക്കുരു ഇല്ലേ, ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്. അബുദാബിയിൽ നിന്ന് ലുലുവിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് ബാർബിക്യൂ ചെയ്യുന്ന സമയത്ത് ചുട്ട് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അധികം ഇഷ്ടമായിട്ടൊന്നുമില്ല. ജസ്റ്റ് 1-2 കഴിക്കും, അത്രയേ ഉള്ളൂ. എന്നാലും നമ്മൾ ടർക്കിയിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീറ്റ് ഫുഡാണല്ലോ, അപ്പോൾ അതൊന്ന് കഴിക്കണമല്ലോ, അങ്ങനെ വാങ്ങിച്ച് കഴിച്ചതാണ്. ഇവിടുത്തെ പൂച്ചകളും നായകളൊക്കെ ഭയങ്കര സൈസാണ് കേട്ടോ. നല്ല ഫ്രണ്ട്ലിയാണ്. ഇവിടുത്തെ ആളുകൾ പൂച്ചകളോടും നായകളോടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുപോലെ തന്നെ അവർ തിരിച്ചും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മളൊന്നും ചെയ്യുമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുത്താൽ അതൊക്കെ കഴിച്ച് നമ്മുടെ അടുത്ത് ഇങ്ങനെ പതുങ്ങിയിരിക്കും. എല്ലാ പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കുകയാണ്. പഴയതൊന്നുമല്ല കേട്ടോ കൊടുക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചൂടുള്ള ഫുഡാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ പഹ്ലിവാൻ ലോക്കാൻഡസി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ്. ലോക്കാൻഡസി എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻ്റാണ്. ഈ ലോക്കാൻഡസിയിലും എഴുതിയിട്ടുള്ള ഷോപ്പുകളിലൊക്കെ ഇതുപോലെ ആയിരിക്കും ഫുഡ് ഉണ്ടാവുക. ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഫുഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മൾ കാണിച്ചു കൊടുത്താൽ അവരത് നമുക്ക് തരും. മെയിൻ ഡിഷും സാലഡും അപ്പറ്റൈസറും സ്വീറ്റ്സും എല്ലാം ഉണ്ട്. ഏത് വേണമെന്ന് നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി. ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും അതിൻ്റെ പ്രൈസൊക്കെ. ഡോണ്ട് കഴിച്ചിട്ട് നമുക്കധികം വിശപ്പൊന്നും ആയിട്ടില്ല. പിന്നെ മോന് കുറച്ച് റൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഗ്രിൽഡ് ചിക്കനും കുറച്ച് റൈസുമാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ ലോക്കാൻഡസിയൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ, അങ്ങനെ വന്നതാണ്. ഫുഡ് കഴിച്ചിറങ്ങി കേട്ടോ. ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ഡൊണ്ടർമ കഴിച്ചിട്ട് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഇനി ബാക്കി നാളെ രാവിലെ തുടങ്ങാം. ട്രാം വരുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രാം.
അതിൻ്റെ ബാക്കിലൊക്കെ ആളുകൾ തൂങ്ങി പിടിച്ചൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ടർക്കി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുന്നത് അടുത്ത വീഡിയോയിലായിരിക്കും. ഒരു വീഡിയോയിൽ എന്തായാലും പറ്റില്ല, ലെങ്ത് കൂടും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലേക്കായിട്ട് കാണിക്കാം. ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ടർക്കിയിൽ ഭൂകമ്പം ഉണ്ടായതും വലിയൊരു ട്രാജഡിയായി മാറിയതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ അപ്ലോഡ് ചെയ്യാതെ വെച്ചതായിരുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.